ഇങ്ങനെയായിരുന്നു, വി എസ് ഇങ്ങനെയൊക്കെയായിരുന്നു, ഒരിക്കലും മരിക്കാത്ത പോരാളിയാണ് വി എസ്, ഒരിക്കലും ആർക്കും മറക്കാനാകാത്ത പോരാളിയാണ് വി എസിന്റെ ഈ വിലാപയാത്ര പോകുന്ന വാഹനത്തിൽ നിന്ന് നമ്മോടൊപ്പം പി പ്രസാദ്, മന്ത്രി പി പ്രസാദ് ചേരുന്നു. എങ്ങനെയാണ് വി എസിനെ അങ്ങ്? വി എസ് കേരളത്തിലെ പരിസ്ഥിതിയുടെ രാഷ്ട്രീയത്തെ പൊതു രാഷ്ട്രീയത്തിന്റെ അജണ്ടയിലേക്ക് ചേർത്ത് വെച്ച മനുഷ്യനാണ്. നമ്മൾ അതുവരെയും പരിസ്ഥിതി പ്രശ്നങ്ങളെന്നാൽ കേവലമായ കുറച്ച് ആളുകളുടെ മാത്രം പ്രശ്നങ്ങളായിരുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ ജനകീയ പ്രശ്നമാക്കി അതിനെ മാറ്റിത്തീർത്ത സഖാവ് വി എസിന്റെ ഇടപെടലുകളാണ്. അപ്പോൾ രാഷ്ട്രീയ കേരളം ഏറ്റവും ഗൌരവതരമായി ഉയർത്തേണ്ട പ്രശ്നങ്ങളെ സഖാവ് വി എസിന്റെ ഇടപെടലിലൂടെയാണ് അന്ന് കേരളത്തിൽ ഉയർത്തപ്പെട്ടത്. അത് സമാനതകളില്ലാത്ത ഒരു നേതൃത്വമായിരുന്നു. അത് ഇന്നും ഒരു ജനതയിൽ ആവേശമാണെന്നുള്ളതാണ് ഇവിടെ തടിച്ചുകൂടുന്ന ഈ ചെറുപ്പക്കാരുടെ നിലയെ കാണിക്കുന്നത്. വി എസിന് 6 കൊല്ലമായിട്ട് ലൈവിലില്ലെന്നാണ് പറയാം. പക്ഷെ എന്നാൽ നമുക്ക് ഇവിടെ 20 വയസ്സ്, 22 വയസ്സ്, 20 വയസ്സുള്ള 10,000-കണക്കിന് ചെറുപ്പക്കാരാണ്, പെൺകുട്ടികളടക്കമുള്ളവർ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേരുന്നത്. അപ്പോൾ ഏതൊക്കെ തലമുറകളോടാണ് സഖാവ് വി എസ് സംവദിച്ചത് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന ഈ കാഴ്ചകളെല്ലാം. പരിസ്ഥിതി രാഷ്ട്രീയത്തെ പറ്റി അങ്ങ് പറഞ്ഞു, ഒരുപാട് സമരങ്ങളിൽ അങ്ങ് അത്തരം കാര്യങ്ങളിൽ കൂടി അങ്ങേക്ക് നേരിട്ട് ഇടപെടൽ വന്നുകൊണ്ട് വി എസ്. തീർച്ചയായിട്ടും ആറന്മുള, ചെമ്പൻമുടി പോലുള്ള സമരങ്ങൾക്കകത്ത് സഖാവ് വി എസ് ഞങ്ങൾക്ക് പകർന്നു നൽകിയ ഊർജ്ജം ചെറുതായിരുന്നില്ല. അത്രമേൽ ഞങ്ങൾ ആ ഊർജ്ജത്തിന്റെ ആവേശത്തിന്റെ അനുഭവത്തിൽ ഞങ്ങൾ നിന്നവരാണ്. അതേപോലെ അനധികൃതമായ നിലനികത്തൽക്കെതിരായിട്ടും നമ്മുടെ വനം വെട്ടി നശിപ്പിക്കുന്നതിനായിട്ടും പുഴകളും നദികളും കയ്യേറുന്നതിന് നശിപ്പിക്കുകയൊക്കെ എതിരായിട്ട് വി എസ് ഉയർത്തിക്കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ് പരിസ്ഥിതി രാഷ്ട്രീയം. ആ രാഷ്ട്രീയം പൊതു രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കിയെന്നുള്ളതാണ് വി എസ് ചെയ്ത ഏറ്റവും വലിയ കാര്യം. സമാനതകളില്ലാത്തൊരു നേതൃത്വമാണ് അതിലൂടെ സഖാവ് വി എസ് ഈ കേരളത്തിന് കാഴ്ചവെച്ചത്. വി എസ് മരിക്കുന്നില്ല എന്നാണ് മുദ്രാവാക്യം. വി എസിന്റെ മുദ്രാവാക്യങ്ങളും മരിക്കാത്തതാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും വി എസിന്റെ മുദ്രാവാക്യം മരിക്കുകയില്ല. കാരണം അത് ജനകീയ പ്രശ്നങ്ങളാണ് വി എസ് ഉയർത്തുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ജനകീയ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങളായി വി എസ് മാറ്റുകയായിരുന്നു. അതിൽ നിന്ന് അല്പം പോലും വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായതുമില്ല. അത് കേരളത്തിൽ ഒരു സമാനതയില്ലാത്തൊരു സമര മുന്നേറ്റത്തെ കേരളത്തിന് സാധ്യമാക്കാൻ സഖാവ് വി എസിനെ കൊണ്ട് കഴിഞ്ഞു. മരണമില്ലാത്ത നേതാവാണ് വി എസ്, മരണമില്ലാത്ത മുദ്രാവാക്യങ്ങളാണ് വി എസ് ഉയർത്ത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് മരണമില്ലെന്ന് അണികൾ ഇങ്ങനെ പറയുന്നത്. അണികൾ വെറും മുദ്രാവാക്യങ്ങൾ വിളിച്ച് പറയുന്നത് മാത്രമല്ല നമ്മൾ കാണുന്നത്, ഇങ്ങനെ ആ തിരമ്പുകയാണ്, ഇങ്ങനെ ആളുകൾ പാഞ്ഞെടുക്കുകയാണ് വി എസിനെ ഒരു നോക്ക് കാണാൻ.